ഹലോ ഓൾ, 9th ഒക്കെ പാസ്സായി 10th എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് 10th എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ 10th മാർക്സ് ആണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്, അങ്ങനെ കുറേയൊക്കെ അല്ലേ. പക്ഷെ ഇതിനൊന്നും നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. 10th മാർക്സ് എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ ടെൻഷൻ ആയിരിക്കും, 10th എത്തിയോ, ഇനി എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും, ഇത്രയും നാൾ ഉഴപ്പായിരുന്നു അല്ലേ, 9th ഉഴപ്പി നടന്നു, ഇനി 10th എത്തുമ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ? ചേഞ്ച് വേണം. തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ എങ്ങനെ 10th അടിപൊളിയായിട്ട് പഠിക്കും, എങ്ങനെ എക്സാംസിനെയൊക്കെ നമ്മൾ സൂപ്പറായിട്ട് നേരിടും എന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, 9th എന്ന് പറയുന്നതാണ് നമ്മുടെ 10th സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചുകൂടി ടഫായിട്ടുള്ളത്. അങ്ങനെയുള്ള 9th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടാണ് നിങ്ങളിപ്പോൾ 10th എത്തി നിൽക്കുന്നത്. അപ്പോൾ 10th എന്ന് പറയുന്നത് നമ്മൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10th നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യും? അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 10th ബോർഡ് എക്സാംസിൻ്റെ പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മുടെ ഫ്രണ്ടാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് അടിമുടി അറിയാം. അതുപോലെ 10th ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, അടിമുടി അറിയാൻ ശ്രമിക്കുക. എങ്ങനെ അറിയും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈനായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അടങ്ങിയ ഒരുപാട് ബുക്സ്, ഗൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീസും ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ, അതിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യനും എത്ര വെയിറ്റേജ് ആണ്, ഈ ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടും. ഇനി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് സോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സാമിൻ്റെ സമയത്ത് നമുക്കുള്ള ആ പേടി ഉണ്ടല്ലോ അതങ്ങ് കുറഞ്ഞ് കിട്ടും. ഇപ്പം നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമ്മൾക്ക് നേരത്തെ ഉണ്ടാകും. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടണം അല്ലേ. അപ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എങ്ങനെ പഠിക്കും? അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടിപൊളിയായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ സമയം എടുക്കുക. ഇനി ഒരു ദിവസം ഫുൾ എടുക്കേണ്ടി വന്നാൽ ഒരു ദിവസം ഫുൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു വീക്കിലെ ടൈം ടേബിളാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു, നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും അല്ലെ ഒരു 3 hours അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ പഠിക്കാൻ മാറ്റി വെക്കണം. എങ്ങനെ പഠിക്കും? ഒരു ദിവസം നിങ്ങൾ മാത്സ് പഠിച്ചു, അടുത്ത ദിവസവും മാത്സ് തന്നെ പഠിക്കണോ? വേണ്ട, ബയോളജി പഠിക്കാം. അപ്പോൾ ഓരോ ദിവസവും മാറ്റി സബ്ജക്ട്സ് പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യില്ല, ബോറടിക്കില്ല. പിന്നെ നമ്മൾക്ക് മനുഷ്യന്മാരാണല്ലേ, നമുക്കൊക്കെ എന്തുണ്ടാകും, മറവി ഉണ്ടാകും. അപ്പോൾ ഒരു തവണ പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും അല്ലേ. അപ്പോൾ ഒരു തവണ പഠിച്ചെന്ന് കരുതി നമ്മൾ എക്സാംസിൻ്റെ തലേന്ന് വീണ്ടുമാണ് അപ്പോഴാണ് നമ്മൾ വീണ്ടും വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഓർമ്മയുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരാഴ്ച നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ ഓരോ സബ്ജക്ട്സ് പഠിക്കുക. സൺഡേ എന്ത് ചെയ്യുക, ആ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈസ് ചെയ്യുക. ഇനി പഠിക്കുമ്പോൾ എങ്ങനെയാണ്, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡൗട്ട്സ് ഉള്ളതിനെ സ്കിപ്പ് ചെയ്യാതെ അതിന് പഠിക്കുക, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം, ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് നല്ല ലെക്ചർ വീഡിയോസ് ഉണ്ട്, ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും, ബുക്സ് ഉണ്ട്, ഗൈഡ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആർക്കോ വേണ്ടി പഠിക്കാതെ അല്ലെങ്കിൽ എക്സാംസിന് വേണ്ടി പഠിക്കാതെ നമ്മൾക്ക് വേണ്ടി പഠിക്കുക. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല. അപ്പോൾ പഠിക്കുമ്പോൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഡീപ്പായിട്ട് പഠിച്ചു പോവുക, അതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും, ബോറടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ പഠിച്ചു, 1 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ബോറടിച്ചെന്ന് കരുതി അത് എന്ത് ചെയ്യരുത്, അടച്ചു വെക്കരുത്. എന്ത് ചെയ്യണം, ഒരു 5 minutes ബ്രേക്ക് എടുത്ത് പഠിക്കാം. അപ്പോൾ 5 minutes ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഓടിപ്പോയി ഫോൺ എടുത്തു കഴിഞ്ഞാലോ ആ 5 minutes വീണ്ടും 1 hour ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 5 minutes നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുക, വേണമെങ്കിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് സോങ് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ച് സ്റ്റഡീസിലേക്ക് വരാം. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷനോട് കൂടി വീണ്ടും പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കാം, ബോറടിക്കാതെ പഠിക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാം. കോൺഫിഡൻസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്ക് നമ്മളിൽ തന്നെ എന്ത് വേണം? ഒരു കോൺഫിഡൻസ് വേണം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വേണം. പിന്നെ നമ്മൾ കോമ്പറ്റീഷൻ വയ്ക്കണം. ആരുമായിട്ടാണ് കോമ്പറ്റീഷൻ വയ്ക്കണ്ടേ? നമ്മളുമായിട്ട് തന്നെ. നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. നമ്മുടെ ഗോൾസിനെ മറികടക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10th നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാനും ബോർഡ് എക്സാംസ് ഒക്കെ തകർത്തെഴുതാനും പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. എക്സാംസ് ഒക്കെ തകർത്തെഴുതുക. ഓൾ ദി ബെസ്റ്റ്. Exam Winner. Crack your exams with Exam Winner and be a true winner.